ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഡാറ്റ ലിങ്ക് കൺട്രോളാണ്. അത് ഡാറ്റ ലിങ്ക് ലെയറിനകത്ത് വരുന്നതാണ്. എന്താണ് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ നമ്മൾ എന്താ പറയുക, ഫിസിക്കൽ ലെയറിനകത്ത് ട്രാൻസ്മിഷൻ മാത്രമാണ് നടക്കുന്നത്. കമ്മ്യൂണിക്കേഷനായിട്ടൊന്നും കാര്യമായിട്ട് നടക്കുന്നില്ല. കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ ഡാറ്റ അയച്ചോട്ടെ, അവന്മാർ ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഡാറ്റ കിട്ടി, അല്ലെങ്കിൽ ഡാറ്റ അയച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഡാറ്റ വേണ്ട, അങ്ങനത്തെ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഒരു സിസ്റ്റം ടു സിസ്റ്റം പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഡാറ്റ ലിങ്ക് ലെയറിലാണ്. ഓക്കെ, അപ്പോൾ അതിനെ പറ്റിയാണ് ഇതിൽ പഠിക്കാൻ പോകുന്നത്. ഈ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് 3 ടൈപ്പ് ഓഫ് ഫങ്ഷൻസാണ്, ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒന്ന്, ഫസ്റ്റ് വൺ ലൈൻ ഡിസിപ്ലിൻ, സെക്കൻഡ് വൺ ഫ്ലോ കൺട്രോൾ, തേർഡ് വൺ എറർ കൺട്രോൾ ആണ്. അതിൽ ഹാഫ് ഡ്യൂപ്ലെക്സ് ട്രാൻസ്മിഷൻ, ഫുൾ ഡ്യൂപ്ലെക്സ് ട്രാൻസ്മിഷൻ, ഇതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. ഹാഫ് ഡ്യൂപ്ലെക്സ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻഡർക്ക് ഡാറ്റ സെൻഡ് ചെയ്യുന്ന സമയത്ത് റിസീവർക്ക് അക്നോളജ്മെൻറ്റ് പാസ് ചെയ്യാൻ പറ്റില്ല. എനി വൺ ഡയറക്ഷൻ മാത്രമേ പറ്റുള്ളൂ. സെൻഡർ ടു റിസീവർ അല്ലെങ്കിൽ റിസീവർ ടു സെൻഡർ എന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ അറ്റ് എ ടൈമിൽ. അത് ഒരാളുടെ കഴിഞ്ഞിട്ട് അടുത്ത ആൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് പറയുന്നത്. ഫുൾ ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈ ഡയറക്ഷനിലാണ്, അറ്റ് എ ടൈമിൽ ബോത്ത് ദ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആയിട്ടുള്ള ലൈൻ ഡിസിപ്ലിൻ എന്നുള്ളത് എന്താണെന്ന് നോക്കാം. ആ ഹാഫ് ഡ്യൂപ്ലെക്സ് ട്രാൻസ്മിഷനെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് ലൈൻ ഡിസിപ്ലിൻ ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഇനി ഓരോന്നും എന്താണെന്നുള്ള ഡയഗ്രാം കൊടുത്തിരിക്കുന്നത്. ലൈൻ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഡാറ്റ ക്യാൻ സെൻഡ്, ഹൂ ക്യാൻ സെൻഡ്, വെൻ ക്യാൻ സെൻഡ് എന്നൊക്കെ ആരാണ് സെൻഡ് ചെയ്യാൻ പോകുന്നത്, എപ്പോഴാണ് സെൻഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ലൈൻ ഡിസിപ്ലിനകത്ത് പറയുന്നത്. ഫ്ലോ കൺട്രോളിനകത്ത് പറയുന്നത് ഹൗ മച്ച് ഡാറ്റ മീൻസ് എത്ര ഡാറ്റ, അക്നോളജ്മെൻറ്റ് റിസീവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് എത്ര ഡാറ്റ നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ള പ്രോസസ്സ് നോക്കുന്നതാണ് ഫ്ലോ കൺട്രോൾ എന്ന് പറയുന്നത്. എറർ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷനാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലൈൻ ഡിസിപ്ലിൻ എന്താണെന്ന് നോക്കാം. ലൈൻ ഡിസിപ്ലിനിൽ പറഞ്ഞു ഹൂ ഷുഡ് സെൻഡ് നൗ, ആർക്കിപ്പോൾ സെൻഡ് ചെയ്യാം, എപ്പോൾ സെൻഡ് ചെയ്യണം, ആര് സെൻഡ് ചെയ്യണം എന്നുള്ളതാണ് ലൈൻ ഡിസിപ്ലിനിൽ ചെയ്യാൻ പോകുന്നത്. ഈ ലൈൻ ഡിസിപ്ലിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എൻക്വയറി ബാർ അക്നോളജ്മെൻറ്റ് ENQ ബാർ ACK, പോൾ ബാർ സെലക്ട്. അതിൽ ENQ ബാർ ACK എന്ന് പറയുന്നത് പീർ ടു പീർ കമ്മ്യൂണിക്കേഷനാണ്. പീർ ടു പീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിൻ്റ് ടു പോയിൻ്റ്, രണ്ട് സൈഡും ഓരോ ആൾക്കാരേ ഉണ്ടാവുള്ളൂ. ഓക്കെ, പോൾ ബാർ സെലക്ട് എന്ന് പറയുന്നത് പ്രൈമറി സെക്കൻഡറി കമ്മ്യൂണിക്കേഷനാണ്. പ്രൈമറി സൈഡ് ഒരാളെ ഉണ്ടാവുള്ളെങ്കിലും സെക്കൻഡറി സൈഡ് മൾട്ടിപ്പിൾ ഡിവൈസസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി എൻക്വയറി അക്നോളജ്മെൻറ്റിൽ എങ്ങനെയാണ് അത് പ്രോസസ്സ് നടക്കുന്നത് നോക്കാം. ഓക്കെ, എൻക്വയറിയുടെ അകത്ത് ഈ ഡയഗ്രാം കണ്ടല്ലോ. സ്റ്റേഷൻ എ, സ്റ്റേഷൻ ബി. സ്റ്റേഷൻ എന്ന് സ്റ്റേഷൻ ബിയിലേക്ക് ഡാറ്റ പാസ് ചെയ്യാണ്. ഫുൾ ഡ്യൂപ്ലെക്സ് അല്ലെങ്കിൽ ബോത്ത് സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കും. ഹാഫ് ഡ്യൂപ്ലെക്സിൽ വൺ കമ്മ്യൂണിക്കേഷൻ അറ്റ് ടൈം, ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ. ഓക്കെ, ഇനി ഹൗ ഇറ്റ് വർക്ക്സ്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണം നോക്കാം. സ്റ്റേഷൻ എ, അതായത് സെൻഡർ ആരാണോ അയാൾ എന്ത് ചെയ്യും, ഒരു ENQ ഫ്രെയിം എവിടേക്ക് പാസ് ചെയ്യും, റിസീവറിൻ്റെ സൈഡിലേക്ക് പാസ് ചെയ്യും. റിസീവർ അതിന് അവിടേക്ക് എന്തിനാ പാസ് ചെയ്യുന്നത് വെച്ചെങ്കിൽ ആർ യു റെഡി ടു സെൻഡ് ഡാറ്റ, ആർ യു റെഡി ടു റിസീവ് ഡാറ്റ എന്ന് റിസീവറിനോട് ചോദിക്കാനായിട്ടാണ് ഈ ഫ്രെയിം പാസ് ചെയ്യുന്നത്. അവൈലബിൾ ആണോ, അതായത് ഓൺ ആണോ ഓഫ് ആണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അക്നോളജ്മെൻറ്റ് ACK എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. ACK എന്ന് വന്നു കഴിഞ്ഞാൽ അത് പോസിറ്റീവാണ്. NAK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നെഗറ്റീവാണ്. അപ്പോൾ ഈ ENQ എന്നുള്ള ഫ്രെയിം അവിടെ കിട്ടുമ്പോൾ ACK എന്നാണ് കിട്ടുന്നതെങ്കിൽ ദേ ആർ റെഡി ടു റിസീവ് ഡാറ്റ. സോ സെൻഡർ ക്യാൻ സ്റ്റാർട്ട് സെൻഡ് ദി ഡാറ്റ എന്ന് പറയും. NAK ആണെങ്കിൽ നോട്ട് റെഡിയാണ്, നെഗറ്റീവാണ്. അപ്പോൾ നമുക്ക് ഡാറ്റ സെൻഡ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഇനീഷ്യേറ്റ് ചെയ്യില്ല. അപ്പോൾ ENQ ഇപ്പോൾ ചില സമയത്ത് രണ്ട് അക്നോളജ്മെൻറ്റ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് രണ്ടും കിട്ടില്ല. അങ്ങനെ കിട്ടില്ല എന്നുള്ള അവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്ത ENQനെ ലോസ് ചെയ്യും. അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും പുതിയ ENQ പാസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഏതുവരെ കണ്ടിന്യൂ ചെയ്യിച്ചെങ്കിൽ എൻഡ് ഓഫ് ട്രാൻസ്മിഷൻ EOT എന്നുള്ളത് കിട്ടുന്നവരെ നമ്മൾ ഈ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ,
ഓക്കെ, ഇതാണ് അതിൻ്റെ ഡയഗ്രാം. ഓക്കെ, ഈ ഡയഗ്രത്തിൽ ഇതാണ് ഡാറ്റ. ആദ്യം ENQ എന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെയ്യുന്നു. ENQ പാസ് ചെയ്യും, അക്നോളജ്മെൻറ്റ് വന്നു. അക്നോളജ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഡാറ്റ പാസിങ് നടക്കുകയാണ്. ഇത് ടൈം സ്ലോട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഡാറ്റ ട്രാൻസ്ഫർ ആണ് ഈ ആരോസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അതിൽ അവസാനം ട്രാൻസ്മിഷൻ കഴിഞ്ഞു, ഇനി ഒന്നും അയക്കാനില്ല എന്ന് പറഞ്ഞിട്ട് സെൻറ്റർ EOT ഫ്രെയിം പാസ് ചെയ്തു. അതോടുകൂടി ട്രാൻസ്മിഷൻ ക്ലോസ് ചെയ്തു. ഇനി അടുത്ത പോൾ ബാർ സെലക്റ്റിൽ പ്രൈമറി സെക്കൻഡറി കമ്മ്യൂണിക്കേഷനാണ്. സെക്കൻഡറി ഡിവൈസസ് മൾട്ടിപ്പിൾ ഡിവൈസസ് ഉണ്ടാവാതെ ഇരിക്കാം. പക്ഷേ സിംഗിൾ ലൈൻ ആയിട്ട്, അതായത് നമ്മൾ ബസ് ടോപ്പോളജി പോലെ ആയിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്നില്ല. ഫസ്റ്റ് എന്താ പോളിംഗ് നോക്കാം. അതായത് സെക്കൻഡറിക്ക് എന്തെങ്കിലും പ്രൈമറിയിലേക്ക് സെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് പ്രൈമറി റിസീവ് ചെയ്യാൻ റെഡി ആണെങ്കിൽ അതിനെ പോളിംഗ് എന്നും, സെലക്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈമറി സെൻഡ് ചെയ്യുന്നു, റിസീവർക്ക് അത് റിസീവ് ചെയ്യാൻ റെഡി ആയിരിക്കുകയാണെങ്കിൽ, റിസീവർ മീൻസ് സെക്കൻഡറി ഡിവൈസസ് അത് റിസീവ് ചെയ്യാൻ റെഡി ആയിരിക്കുകയാണെങ്കിൽ അതിനെ സെലക്ടിങ് എന്നാണ് പറയാം. ഓക്കെ, ഇതാണ് പോൾ ബാർ സെലക്റ്റിൻ്റെ ഡയഗ്രാം. ഇതിൽ പ്രൈമറി ഡിവൈസ് ഇതാണ് സെക്കൻഡറി ഡിവൈസ്. പ്രൈമറി ഡിവൈസ് ഒന്നുണ്ടാവുള്ളൂ, സെക്കൻഡറി ഡിവൈസ് മൾട്ടിപ്പിൾ ഐറ്റം ഉണ്ടായിരിക്കും. ഇനി ഇതിനകത്ത് അടുത്ത് പറയുന്ന അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡാറ്റയുടെ കൂടെ എക്സ്ട്രാ ഒരു സ്പെസിഫിക് പോർഷൻ ഉണ്ടാവും. ആ സ്പെസിഫിക് പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഡ്രസ്സ് എന്ന് പറയുന്നത്. അത് അഡ്രസ് ഫീൽഡ് എന്ന് പറയും, അല്ലെങ്കിൽ പ്രോട്ടോക്കോൾ ആണെങ്കിൽ അത് നമ്മൾ ഹെഡർ ആയിട്ട് പറയും. ഇപ്പോൾ പ്രൈമറി ആണ് അയക്കുന്നതെങ്കിൽ പ്രൈമറിയിൽ റെസിപ്പിയൻസിൻ്റെ അഡ്രസ്സ് ആയിരിക്കും ഉണ്ടാവുക. ഈ സെക്കൻഡറി ഡിവൈസസിന് നമ്മൾ റെസിപ്പിയൻസ് എന്ന് പറയും. അവരുടെ അഡ്രസ്സ്, ആർക്കാണോ അയക്കുന്നത് അവരുടെ അഡ്രസ്സ് ആയിരിക്കും ഉണ്ടായിരിക്കും. ആർക്ക് വേണമെങ്കിലും അയക്കാം, 3 പേർക്കും അയക്കാം. ഓക്കെ, എത്ര ഡിവൈസിലേക്ക് വേണമെങ്കിലും അയക്കാം പ്രൈമറിക്കും. അതേപോലെ തന്നെ തിരിച്ചാണെങ്കിൽ പ്രൈമറിയുടെ അഡ്രസ്സായിരിക്കും, ഈ സെക്കൻഡറി ഡിവൈസ് പ്രൈമറിയിലേക്ക് അയക്കുകയാണെങ്കിൽ പ്രൈമറിയുടെ അഡ്രസ്സായിരിക്കും അതിലുണ്ടായിരിക്കാം. ഓക്കെ, ഇനി എന്താണ് സെലക്ട് എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു, പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്ക് ഡാറ്റ പാസ് ചെയ്യുമ്പോൾ അത് റെഡി ആണോ എന്നുള്ളത് നോക്കുന്നതാണ് സെലക്ട് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അത് SEL എന്നുള്ള ഫ്രെയിമായിട്ടാണ് അതിനെ പറയുന്നത്. ഓക്കെ, അപ്പം അത് ചെന്നിട്ട് റിസീവറിനോട് ചോദിക്കും, അതായത് സെക്കൻഡറി ഡിവൈസിനോട് ചോദിക്കും വെദർ ആർ യു റെഡി ടു റിസീവ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. അപ്പോൾ അക്നോളജ്മെൻറ്റ് റിസീവ് ചെയ്യുകയാണെങ്കിൽ, പോസിറ്റീവ് അക്നോളജ്മെൻ്റ് ആണെങ്കിൽ ദേ വിൽ സ്റ്റാർട്ട് സെൻഡിങ് ഡാറ്റ, നെഗറ്റീവ് അക്നോളജ്മെൻ്റ് ആണെങ്കിൽ സ്റ്റോപ്പ് ദി പ്രോസസ്സ്. അത് വൈസ് വേഴ്സ. പോൾ എന്നുള്ളതിൻ്റെ ആണെങ്കിൽ അതിൻ്റെ വൈസ് വേഴ്സ ആയിരിക്കും നടക്കുക. ഓക്കെ, ഇതാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ ഡയഗ്രാം വരുന്നത്. ഇവിടുന്ന് സെൽ എന്നുള്ളത് ഫ്രെയിം പാസ് ചെയ്യും, അവർ അക്നോളജ്മെൻറ്റ് വരും, ഡാറ്റ പാസ് ചെയ്യും. അങ്ങനെ ആ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കും. അതിൽ എപ്പോഴാണത് സ്റ്റോപ്പ് ചെയ്യുകയെന്ന് വെച്ചാൽ ടെർമിനേറ്റ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ EOT എൻഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്നുള്ള മെസ്സേജ് പ്രൈമറി പാസ് ചെയ്യുമ്പോൾ, അതർവൈസ് പ്രൈമറി ടൈം അപ്പ് എന്നുള്ള പറഞ്ഞിട്ടൊരു മെസ്സേജ് കൊടുക്കുമ്പോഴാണ് ഇത് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്, ലൈൻ ഡിസിപ്ലിനകത്ത് പറയുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് മെസ്സേജ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.